Good morning, all. Welcome to my classroom on the course Marketing Management. Okay, so now you mark your presence in the chat box. Uh, so far, we explained the introduction to marketing. So now you know the meaning of marketing and also the definitions given by American Marketing Association and also the definition given by the famous Philip Kotler. Also, we learned how this concept was evolved. How this concept was evolved. So, what are the stages of evolution of marketing management? So, it starts from the production concept, then product concept, then we move to selling concept, then marketing, and now we are in the latest concept or modern concept of holistic marketing. Holistic marketing is everything എന്ന ഒരു കൺസെപ്റ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മാർക്കറ്റിംഗ് ഈസ് എവരിത്തിങ്. ഒരു സ്ഥാപനത്തിന് ഏറ്റവും പ്രാധാന്യം ബാക്കി ഒന്നുമല്ല എന്നാണ് പറയുന്നത്. ബാക്കി ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. പ്രൊഡക്ഷൻ ഈസ് ദെയർ, ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദെയർ, ദെൻ ഫിനാൻസ് ഈസ് ദെയർ, HR ഈസ് ദെയർ, everything is there, but more importance should be given to the function of marketing. That is, marketing is everything. എല്ലാ മാർക്കറ്റിംഗിലാണ് എന്ത് ചെയ്താലും ആരും എല്ലാവരും ചെയ്യുന്നുണ്ട്. വൺ വേ ഓർ അനദർ. പ്രൊഡക്റ്റ് ചെയ്യുന്നവരും പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നവരും സർവീസ് റെൻഡർ ചെയ്യുന്നവരും എല്ലാം അവരുടെ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് ചെയ്താലേ എക്സിസ്റ്റൻസ് ഉള്ളെന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ വി നീഡ് ടു മാർക്കറ്റ് അവേഴ്സെൽഫ് ഓൾസോ. നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റ് ചെയ്യണം. സോ വി ഹാവ് കാലിബേഴ്സ്. നിങ്ങൾക്കെല്ലാം ഓരോ തരത്തിലുള്ള ടാലൻസ് ഉണ്ട്. വി നോ ദാറ്റ്. സോ വി നീഡ് ടു മാർക്കറ്റ് ഇറ്റ്. നമ്മളത് എന്താ പറയുന്നത്, നമ്മുടെ അകത്ത് വെച്ചിരുന്നാൽ, ഹിഡനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നോബഡി വിൽ നോ വാട്ട് ഈസ് യുവർ ഹിഡൻ ടാലന്റ്. സോ ആ ഹിഡൻ ടാലന്റിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, മാർക്കറ്റിംഗ്. സോ വി ആർ യൂസിങ് മാർക്കറ്റിംഗ് ദെയർ ഓൾസോ. സോ യു ഷുഡ് എക്സിബിറ്റ് ഇറ്റ്. നമ്മൾ എന്താണോ നമ്മുടെ ടാലന്റ്, ആ ടാലന്റ് എക്സിബിറ്റ് ചെയ്താൽ മാത്രമേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ അത് ഹിഡനായിട്ട് നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ യു കോണോട്ട് അറ്റൈൻ എനിത്തിങ്. ഒന്നും നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല. സോ വാട്ട് എവർ യു ഹാവ് ഓർ വാട്ട് എവർ യു ക്യാൻ, യു ഷുഡ് ഡു. നിങ്ങൾക്ക് എന്താണോ അറിയാവുന്നത്, എന്താണോ ചെയ്യാൻ കഴിയുന്നത്, അത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അറിയിക്കാനായിട്ടുള്ള മാർഗങ്ങൾ ഇപ്പൊ ഒരുപാട്. പണ്ടതല്ല. പണ്ട് ഈ പറയുന്ന മീഡിയാസ് ഒന്നും തന്നെ ഇല്ല. സോഷ്യൽ മീഡിയാസോ ഒന്നും തന്നെ ഇല്ല. നമുക്കൊരു മീഡിയം ഇല്ല ഹൗ ടു മാർക്കറ്റ്. ബട്ട് നൗ യു നോ മെനി മീഡിയാസ് ആർ ദെയർ. ഒരു മീഡിയ ഒന്നുമല്ല, ഒരുപാട് മീഡിയാസ് ഉണ്ട്. സോ വെനെവർ യു ആർ പോസ്റ്റിംഗ് എ സോങ് ഇൻ എ ഫേസ്ബുക്ക്, സോ യു ആർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് വ്യൂസ്. നിങ്ങൾ ഒരുപാട് പേര് കാണുന്നുണ്ടാവും. പലരും നെഗറ്റീവായിട്ട് പറയുന്നുണ്ടാവും, പക്ഷെ അതിനകത്ത് പോസിറ്റീവ്സ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈവൻ ദോ നമ്മുടെ ഒരു പാടുന്നത് ഒരു അത്ര മോശമായിട്ട് പാടിയാൽ കൂടി ചിലപ്പോൾ കിട്ടുന്നത് നല്ല കമന്റ്സ് ആയിരിക്കും വരുന്നത്. ദാറ്റ് മീൻസ് എവരിതിങ് ഈസ് റെഡി ടു സപ്പോർട്ട് യു. നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും നിങ്ങളെ എന്ത് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. സോ എനിവേ നൗ വി ഹാവ് ദ മീഡിയം. പണ്ടത്തെ കാലഘട്ടമല്ല. അപ്പൊ ഞങ്ങളൊക്കെ എന്റെയൊക്കെ പഠനകാലത്തിലുള്ള കാലഘട്ടമല്ല ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. മെനി മീഡിയാസ് ആണ്. അപ്പൊ ഇഫ് യു ആർ ഹാവിങ് എ ടാലന്റ്, നമുക്കൊരു ടാലന്റ് ഉണ്ട് എങ്കിൽ, ഒരു എബിലിറ്റി ഉണ്ട് എങ്കിൽ, ഹിഡനായിട്ട് കിടക്കുന്നുണ്ട് എങ്കിൽ, യു എക്സ്പ്ലോർ ഇറ്റ്. ഈ പറയുന്ന ഫീൽഡുകളിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്കറ്റ് ചെയ്യുക. സോ പോസിറ്റീവായിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ. സോ എനിവേ കൺസെപ്റ്റ് ഈസ് മാർക്കറ്റിംഗ്. അപ്പൊ ഞാൻ പറഞ്ഞു വേറെ ഒന്നിലോട്ട് മാറിപ്പോയി. സോ എവല്യൂഷൻ നമ്മൾ പറഞ്ഞു ഹോളിസ്റ്റിക് മാർക്കറ്റിംഗിലാണ് വന്ന് നിൽക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മാർക്കറ്റിംഗിന്റെ പുതിയ മാർക്കറ്റിംഗിന്റെ റോള് പറഞ്ഞു. മോഡേൺ ഓർഗനൈസേഷൻസ്, ആധുനിക ബിസിനസ് ഓർഗനൈസേഷനിൽ വാട്ട് ഈസ് ദ റോൾ ഓഫ് മാർക്കറ്റിംഗ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മാർക്കറ്റിംഗിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് വരുത്താനാണ് അത് പറഞ്ഞത്. അപ്പൊ ആദ്യം പറഞ്ഞത് എന്താ പറയുന്നത്, എംപ്ലോയീസ്, ഇന്റേണൽ മാർക്കറ്റിംഗിന് വേണ്ടി എംപ്ലോയീസിനെ കൊണ്ടുവരണം. സോ യു നീഡ് ടു ഹയർ ടാലൻസ്. അപ്പൊ അതൊന്നും ഇപ്പൊ ആരും ചെയ്യാറില്ല. പകരം ദേ ആർ ഔട്ട്സോഴ്സ് ചെയ്ത്, എല്ലാം ഔട്ട്സോഴ്സ് ചെയ്യാൻ ചെയ്യും. ടെക്നോളജി ആയിരുന്നാലും ബാക്കി എന്ത് കാര്യങ്ങളായിരുന്നാലും യു ക്യാൻ ഡു ഔട്ട്സോഴ്സിങ് എക്സെപ്റ്റ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് മാത്രം ഒരിക്കലും എന്ത് ചെയ്യരുത്, ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കരുത്. ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി ഔട്ട്സോഴ്സ്ഡ്, ബട്ട് മാർക്കറ്റിംഗ് ഷുഡ് ബി ഡൺ ഇന്റേണലി. സോ വി ഷുഡ് ഫോക്കസ് ഓൺ CRM ആൻഡ് SCM എന്നാ പറയുന്നത്. One is supply chain management, another one is customer relationship management. So you need to maintain both. Supply chain management is a long chain.
Then CRM means you need to maintain long-term customer relationship. So you need to maintain the relationship so as to create new customers and to preserve existing customers. So to maintain existing customers. So now we are moving to another area. Introduction part is one way I am presenting. So let me move to the presentation. Okay. So let me present. So presentation present in their screen. ഞാൻ ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആയിരുന്നോ ഗായത്രി? ഈ കാണുന്നുണ്ടോ? ഈ വീഡിയോ ഇത് കാണുന്നുണ്ടോ? കാണാം. Okay. So today, in this video tutorials or online class, we will learn marketing, its features. What are the features of marketing? What is the importance of marketing, and what is the scope of marketing? So within a span of 30 minutes, we will conclude all these things. What are the features of marketing? What is the importance of marketing? And what is the scope of marketing? So before that, we know that what is the meaning of marketing? We have already learned it. So the same slide is given here. Customer needs കണ്ടെത്തുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മെയിൻ പ്രോസസ്സ്. So we should be able to provide desired value to customers. So through marketing, we are establishing, developing, and commercializing long-term customer relationships. പറഞ്ഞതാണ് definition, as you know, it is given by American Marketing Association and also by our modern father of business, marketing, Philip Kotler. So both of them are having different ideas. Firstly, AMA പറയുന്നത് simply flow of goods. അങ്ങനെയാണ് പറയുന്നത്. മാത്രമേ ഉള്ളൂ. ഗുഡ്സ് ഫ്ലോ ചെയ്യുക. ഉണ്ടാക്കുന്ന സാധനം കസ്റ്റമറിൽ എത്തിക്കുന്ന പ്രോസസ്സാണ് മാർക്കറ്റിംഗ്. സോ അത് കൺസെപ്റ്റൊക്കെ പോയി. അതൊന്നും അല്ല ഇപ്പോഴത്തെ മാർക്കറ്റിംഗിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് വാസ് എൻ ഓൾഡ് കൺസെപ്റ്റ്. ബട്ട് ഫിലിപ്പ് കോട്ലർ പറയുന്നത് ഇറ്റ്സ് എ സൊസൈറ്റൽ പ്രോസസ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സൊസൈറ്റൽ പ്രോസസ്സാണ്. അതിലൂടെ വ്യക്തികളും ഗ്രൂപ്പുകളും എന്ത് ചെയ്യുന്നു, എന്താണോ അവർക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്താണോ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നു, ഓഫർ ചെയ്യുന്നു, എക്സ്ചേഞ്ച് ചെയ്യുന്നു through a product or a service of value with others. Okay, so that is the definition given by Philip Kotler. അത് നമ്മൾ പറഞ്ഞതാണ്. So today we are moving to the features of marketing. What are the features of marketing? നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റിൽ അതുണ്ട്. What are the features of marketing? അപ്പോൾ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടാണ് ഞാൻ ഇനി പോകുന്നത്. So what are the features of marketing? ആദ്യം പറയുന്നത് മാർക്കറ്റിംഗ് ഈസ് ആൻ എക്കണോമിക് ഫംഗ്ഷൻ. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ഫംഗ്ഷൻ ആണ്. മാർക്കറ്റിംഗ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി ത്രൂ വിച്ച് യു ആർ എക്സ്ചേഞ്ചിങ് പ്രോഡക്റ്റ് ടു യുവർ കസ്റ്റമർ or a service to the customer. So we can say marketing is an economic function. It is an economic function of exchanging either your product or services to the desired customers, to the required customers. So that is very clear. Adinu further aayittonnu njan parayenda avashyamilla. You know that it's a process of exchange. Exchange is an economic function. Exchanging value from producer to consumer, or from the provider to consumer. Provider means service ആണെങ്കിൽ provider ആണ്, manufacturer ആണെങ്കിൽ producer ആണ്, അല്ലെങ്കിൽ distributor ആണ്. Sometimes he may be a distributor. He is not producing. Instead of that, he is trading. അയാൾ എന്ത് മാത്രമേ ചെയ്യാറുള്ളൂ? ട്രേഡ് മാത്രമേ ചെയ്യാറുള്ളൂ. So marketing is an economic function. ഞാൻ എവിടെയെങ്കിലും കട്ടായി പോവുകയാണെങ്കിൽ ഞാൻ ഈ പ്രസന്റേഷനിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ബാക്ക് സൈഡ് കാണാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെ, ക്യാമറ ഓഫ് ആവുകയാണെങ്കിൽ that means the link is എന്നർത്ഥം. ഓക്കെ, എക്കണോമിക് ഫംഗ്ഷൻ ഞാൻ വിട്ടുപോകും. ഓക്കെ, എക്കണോമിക് ഫംഗ്ഷൻ ക്ലിയർ ആയിട്ടുണ്ട്. ക്ലിയർ ആണോ? ആരെങ്കിലും ഒരാളെന്ന് പറയൂ. അൻസിലെ ഞാൻ ഇത്രയും പറഞ്ഞത് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ഈസ് എ ലീഗൽ പ്രോസസ്. Marketing is why marketing is a legal process? Because through marketing you are exchanging ownership to other. അല്ലേ? മാർക്കറ്റിംഗിലൂടെ അയാൾ ഇങ്ങോട്ട് നമുക്ക് പ്രൈസ് തരുന്നു, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പ്രൈസ് കൊടുക്കുന്നു, പകരം അയാൾ നമുക്ക് എന്ത് തരുന്നു? ഒരു പ്രോഡക്റ്റ്, ഒരു സർവീസ് തരുന്നു. That through which ownership is transferred. Ownership of money is transferred from the consumer to the provider or producer or distributor. Then the goods or the service is given, the ownership of goods or service is given to the customer. So it is a legal process. Another legal process are. So it is having legal
implications. Ownership is exchanged through marketing. So marketing is a legal process. Then third, marketing is a managerial function. Namakare organizations lela functional management eduthu kazhinjal the basic functional area is marketing and nerthe paranju. So marketing is a managerial function. So we will have to take, as the marketing manager of an organization, you will have to decide many things. Reward കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. ആരാണ് കസ്റ്റമർ എന്ന് കണ്ടെത്തണം. You need to conduct a market survey. You need to conduct demand forecasting. After that, you need to schedule production. After that, you need to distribute the goods through various channels. Ultimately, you should inquire that whether the customers, after providing the goods to customers, whether they are satisfied or not. If they are not satisfied, inquire into the reasons and modify your product. So a lot of things have to be done as a manager. So we can say marketing is a managerial function. So in an organization, when you take financial manager, production manager, marketing manager, human resource manager, this marketing manager should be given a higher role. എല്ലാ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇയാളെ ഒത്തിരി മുകളിലോട്ട് നിർത്തണം. കാരണം ഇയാൾ ഇല്ലായെങ്കിൽ വേറെ ഒന്നും നടക്കത്തില്ല. So marketing manager should be kept somewhat more high position than other functional managers. മറ്റു functional managers-നെ കാട്ടി കൂടെ പ്രാധാന്യം നമ്മൾ മാർക്കറ്റിംഗ്. സോ മാനേജറിയൽ ഫംഗ്ഷൻ ആണ്. മാർക്കറ്റിംഗ് ഈസ് എ മാനേജറിയൽ ഫംഗ്ഷൻ. ദെൻ മാർക്കറ്റിംഗ് ഈസ് എ ഫിലോസഫി. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു തത്വമാണ്, ഒരു തത്വചിന്തയാണ്, ഫിലോസഫിയാണ്. വൈ ഇറ്റ് ഈസ് എ ഫിലോസഫി? ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കൺസ്യൂമർ ഓറിയന്റേഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. അത് തന്നെയാണ് ഫിലിപ്പ് കോർലർ പറയുന്നത്. മാർക്കറ്റിംഗ് ഈസ് എ സൊസൈറ്റൽ പ്രോസസ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സൊസൈറ്റൽ പ്രോസസ്സാണ്. സോ ത്രൂ ദാറ്റ് സൊസൈറ്റൽ പ്രോസസ് we are focused on customer. എപ്പോഴും അതിൽ ഓറിയന്റേഷൻ കൊടുക്കുന്നത് ആർക്കാണ്? കസ്റ്റമേഴ്സിന് പ്രാധാന്യം കൊടുക്കുക, കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക. സോ ആ ഒരു തത്വ ചിന്തയുടെ ബേസിസിലാണ് മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്നത്. സോ മാർക്കറ്റിംഗ് ഈസ് എ ഫിലോസഫി ഫോർ പ്രൊവൈഡിംഗ് വാല്യൂ ടു ദ സൊസൈറ്റി. സൊസൈറ്റിക്ക് മൂല്യങ്ങൾ എത്തിക്കുക, സൊസൈറ്റിയിലേക്ക് മൂല്യങ്ങൾ എത്തിക്കുക ഇൻ ദ ഫോം യൂട്ടിലിറ്റീസ്. യൂട്ടിലിറ്റീസിന്റെ ഫോംസിൽ മൂല്യങ്ങൾ എത്തിക്കുക എന്നുള്ള ഫിലോസഫിയാണ് മാർക്കറ്റിംഗിന്റെ അകത്ത് പറയുന്നത്. സോ മാർക്കറ്റിംഗ് ഈസ് എ ഫിലോസഫി. Then fifth feature is that marketing is having dual objectives. Marketingine രണ്ട് objectives ഉണ്ട്. ഒന്ന് സ്ഥാപനത്തിന്റെ objective, രണ്ട് കസ്റ്റമറിന്റെ objective. What is the objective of the organization? And more and more profit. So we should be able to attain that objective. അത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കും. അതേ സമയം തന്നെ you should meet the requirements of the customer, so they should also be satisfied. So marketing is having two objectives that go side by side and they are somewhat in opposite in direction. ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വാല്യൂഡ് ആയിട്ടുള്ള ലോയൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് മാർക്കറ്റിംഗ് ഈസ് ഹാവിംഗ് ഡ്യുവൽ ഒബ്ജectives. Two objectives. One is we can say profit maximization and another one is customer satisfaction. Okay. Then marketing is a social process. നേരത്തെ പറഞ്ഞു, അത് ഫിലിപ്പ് കോർലർ തന്നെയാണ് പറഞ്ഞിരുന്നത്. Marketing is a social process. So in social process what we are doing is that society is able to get goods and services for satisfying their needs. നമുക്ക് we are having needs. നമുക്കറിയാം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി ഒക്കെ പഠിച്ചവരാണ് നിങ്ങൾ. അപ്പൊ നമ്മുടെ എല്ലാ ബിഹേവിയറിന്റെയും മോട്ടീവ് എന്ന് പറയുന്നത് ഈ പറയുന്ന നീഡ്സ് ആണ്. അപ്പൊ ആ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പ്രോഡക്ട്സും സർവീസസും ആണ് നമ്മൾ മാർക്കറ്റിംഗിലൂടെ എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ മാർക്കറ്റിംഗ് ഈസ് എ സോഷ്യൽ പ്രോസസ് ത്രൂ വിച്ച് റിക്വയർഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് പ്രൊവൈഡഡ് അക്കോർഡിംഗ് ടു ദ വാണ്ട്സ് ആൻഡ് നീഡ്സ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിന് വേണ്ട ആവശ്യങ്ങളും ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ടുള്ള ഉൽപ്പന്നങ്ങളായിട്ടും സേവനങ്ങളുമായിട്ടും മാർക്കറ്റിംഗിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്. Then it is a continuous activity. ഇത് ഒരു നെവർ എൻഡിങ് ആക്ടിവിറ്റിയാണ്. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി. യു വിൽ ഹാവ് ടു ഫോളോ. ഓരോന്നും ഇത് കൊടുത്തു കഴിഞ്ഞാൽ തീർന്നില്ല. ഒരു പ്രോഡക്റ്റ് വിറ്റുന്ന് കഴിഞ്ഞ് മാർക്കറ്റിംഗ് തീരുന്നില്ല. Then you need to provide after sales service. Then you need to provide innovative product. ആ പ്രോഡക്റ്റിനെ കാട്ടി പുതിയ ഇന്നോവേഷൻ കൊണ്ടുവരണം. So it goes on. It moves on. So it is a continuous activity. So I think it is very clear. ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റിംഗ് ചോദിക്കുകയാണെങ്കിൽ ഈ 7 ഫീച്ചേഴ്സ് നിങ്ങൾ ജസ്റ്റ് കോട്ട് ചെയ്യുക. ആ ടൈം മാത്രം മനസ്സിൽ വെച്ചിരുന്നാൽ മതി. അതിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇറ്റ് ഈസ് ആൻ ഇക്കണോമിക് ഫംഗ്ഷൻ, ഇറ്റ് ഈസ് എ ലീഗൽ പ്രോസസ്,
it is a managerial function, it is a philosophy, it is having dual objectives, it is a social process, and marketing is a continuous activity. Okay. Okay, Simi on the mic on cheyde. Sir. Paranju, what are the features of marketing? Economic function, legal process, managerial function. Marketing is a philosophy. Dual objectives, social process, continuous activity. Okay, that legal process എന്താണെന്ന് പറഞ്ഞു. Oyo. Why marketing is a legal process? Okay. Okay, semi-mute ചെയ്തോളൂ. Gayatri, why marketing is a social process, a legal process? മാർക്കറ്റിംഗ് വഴി ഓണർഷിപ്പ് ആണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഒരു സർവീസ് Okay, correct. So through marketing we are exchanging ownership legally. നിയമപരമായിട്ടുള്ള ഉടമസ്ഥാവകാശമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പൈസയുടെ ഉടമസ്ഥാവകാശവും ഗുഡ്സിന്റെ ഉടമസ്ഥാവകാശവും സേവനത്തിന്റെ ഉടമസ്ഥാവകാശവുമാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഇസ് വെരി ക്ലിയർ. അപ്പൊ ജസ്റ്റ് നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കഴിയുമ്പോൾ ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ അങ്ങ് വിട്ടുപോകും. സോ ഞാൻ ഇതിനി ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ അത് അടുത്തതിലോട്ട് പോകുന്നു. ഫീച്ചേഴ്സ് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഇമ്പോർട്ടൻസ്. Okay, so I am moving to importance of marketing. How marketing is important, and we learned it in two heads. നമ്മൾ ഇത് രണ്ട് ഹെഡിനകത്തായിട്ട് പഠിക്കും. എന്തൊക്കെയാണ് സമൂഹത്തിനുള്ള പ്രാധാന്യം, importance to society, what is the importance of marketing to the society. Then second one is importance to individual firms, business സ്ഥാപനത്തിന് ഇതുകൊണ്ട് എന്തൊക്കെയാണ് പ്രാധാന്യം. So we are learning it through statements. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളിലൂടെ നമുക്ക് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പഠിക്കാം. സോ ലെറ്റ് മീ ബിഗിൻ. ഇമ്പോർട്ടൻസ് ടു സൊസൈറ്റി. സൊസൈറ്റിക്ക് എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള മാർക്കറ്റിംഗ് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ്, പ്രാധാന്യം? ഒന്ന്, മാർക്കറ്റിംഗ് ക്രിയേറ്റ്സ് സം വാല്യൂസ്. മാർക്കറ്റിംഗിലൂടെ മൂല്യങ്ങളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. മൂല്യങ്ങൾ എന്ന് പറയുന്നത് യൂട്ടിലിറ്റീസ് ആണ്. സോ ത്രൂ മാർക്കറ്റിംഗ് ഇൻ ദ സൊസൈറ്റി വി ആർ ഗിവിംഗ് വാല്യൂസ് ഇൻ ദ ഫോം ഓഫ് യൂട്ടിലിറ്റീസ്. യൂട്ടിലിറ്റീസ് ആണ് സൊസൈറ്റിക്ക് നമ്മൾ കൊടുക്കുന്നത്. അതൊന്നുകിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു യൂട്ടിലിറ്റി ആകാം, ഒരു ഉൽപ്പന്നം ഇറ്റ്സ് ആൻ യൂട്ടിലിറ്റി. ലാപ്ടോപ്പ് ഈസ് ഹാവിംഗ് യൂട്ടിലിറ്റി. ഓക്കെ, മൊബൈൽ ഫോൺ ഈസ് ഓൾസോ ഹാവിംഗ് യൂട്ടിലിറ്റി, അല്ലേ? സോ ദാറ്റ് ഈസ് എ പ്രോഡക്റ്റ്. അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുക്കുന്നു. സോ ഐ എം ടീച്ചിങ്, ഞാൻ പഠിപ്പിക്കുന്നു. So you are learning. This teaching, the provision of teaching class by a teacher is a service. So I am giving value and utility ആണ് നിങ്ങൾക്ക് തരുന്നത്. ചില സമയത്ത് പ്ലേസ് യൂട്ടിലിറ്റി. Place utility, market is a place. So you are going to market. So when you go to market, you can purchase some products or many products from there. So there is a supermarket near. So you can go to the supermarket and take the required material from goods from there. So that is a place. Place utility ഏത് മാർഗത്തിലൂടെയാണ് അത് നൽകുന്നത്. ടൈം യൂട്ടിലിറ്റി ചില സമയത്ത് തരുന്നതായിരിക്കും, ടൈം യൂട്ടിലിറ്റി ആയിരിക്കും. സോ ടൈം യൂട്ടിലിറ്റി ഈസ് പ്രൊവൈഡഡ്. ആൻഡ് ഓൾസോ പൊസഷൻ യൂട്ടിലിറ്റീസ്. Possession utilities, that means you are getting the ownership of that particular product. ഇതിന്റെ ownership നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, കിട്ടുന്നു. So very simple. Through marketing some utilities are created to the society, some values are delivered to the society. സൊസൈറ്റിക്ക് കുറെ വാല്യൂസ് ആണ്, മൂല്യങ്ങളാണ് ഡെലിവർ ചെയ്യുന്നത്. ആ മൂല്യങ്ങൾ ഒരു ഉൽപ്പന്നത്തിന്റെ ഫോമിലാകാം, അല്ലെങ്കിൽ ഒരു പ്ലേസ് യൂട്ടിലിറ്റി ആകാം, അല്ലെങ്കിൽ എന്താകാം ഒരു ടൈം യൂട്ടിലിറ്റി ആകാം, അല്ലെങ്കിൽ എന്താകാം ഒരു പൊസഷൻ യൂട്ടിലിറ്റി ആകാം. Okay, so these are the different types of utilities. For example, you want to bank. നിങ്ങൾക്ക് ബാങ്ക് ചെയ്യണം, ബാങ്കിങ്ങിന് പോകണം. സോ യു ക്യാൻ ഗോ ടു ദ ബാങ്ക്. നേരെ പോയി ബാങ്കിൽ പോയിട്ട് ക്യൂവിലൊക്കെ നിന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലേ? ക്ലിയർ അല്ലേ? സോ ഇറ്റ് ടേക്ക് മോർ ടൈം. അങ്ങനെ പോയി നിൽക്കുമ്പോഴും നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കും, അല്ലേ? ബട്ട് യു ക്യാൻ ഡു ഇറ്റ് ഫ്രം ഹോം. നിങ്ങൾക്ക് ഇത് വീട്ടിൽ നിന്ന് ചെയ്തുകൂടെ? ഓൺലൈൻ ബാങ്കിങ് ഒക്കെ ഇല്ലേ? അവിടെ നിങ്ങൾക്ക് ഒരു 2 സെക്കൻഡ് കൊണ്ട് യു ക്യാൻ ഡു ഇറ്റ്. ദാറ്റ് മീൻസ് a time utility is being created. അതിലൂടെ എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ മോഡേൺ ടെക്നോളജിയിലൂടെ, അല്ലെങ്കിൽ ഒരു ATM-ലൂടെയും ഈ ഓൺലൈൻ ബാങ്കിങ്ങിലൂടെയും ഒക്കെ the bank is providing time. They know your time is precious.
നിങ്ങളുടെ സമയം പ്രഷ്യസ് ആണ്. ഇപ്പൊ ബാങ്കിൽ ചെന്നാലും ചിലപ്പോൾ അവർ ഇങ്ങോട്ട് പറയും, സാറേ നിങ്ങൾക്ക് വെളിയിൽ പോയി ATM എടുത്തോളൂ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിട്ട് ഈ ക്യൂവിൽ നിന്നിട്ട് എടുക്കുന്നത്? യു ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം ദെയർ. ഡെപ്പോസിറ്റ് ചെയ്യാനാണോ സാർ പറഞ്ഞത്? എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? യു ക്യാൻ ഡെപ്പോസിറ്റ് ഇൻ ദ CDM. അവിടെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ ഉണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്തുകൂടെ? ഓക്കെ, സോ ട്രാൻസ്ഫർ ചെയ്യാനാവുന്നത് യു ക്യാൻ ട്രാൻസ്ഫർ യൂസിങ് യുവർ മൊബൈൽ ആപ്പ്. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ആപ്പ് വെച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്തു. സോ യൂസിങ് ദിസ് ആപ്സ് ഓർ ആപ്ലിക്കേഷൻസ് യു ആർ ഗെറ്റിംഗ് ടൈം യൂട്ടിലിറ്റി. സോ ഐ തിങ്ക് ഇറ്റ് ഇസ് വെരി ക്ലിയർ. അപ്പൊ അത്തരത്തിലുള്ള യൂട്ടിലിറ്റി ആണ് സൊസൈറ്റിക്ക് കിട്ടുന്നത് ത്രൂ മാർക്കറ്റിംഗ്. രണ്ട്, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് ഇക്കോണമി. മാർക്കറ്റിംഗിലൂടെ നമ്മുടെ രാജ്യം വികസിക്കുന്നു, ഗ്രോ ചെയ്യുന്നു. ഇല്ല, ഗ്രോത്തും ഡെവലപ്മെന്റും ഒക്കെ രണ്ട് കോൺസെപ്റ്റ് ആണ് എങ്കിലും ഡെവലപ്മെന്റ് ഈസ് ബേസിക്കലി മെന്റ് ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്മെന്റ്, ഗ്രോത്ത് മീൻസ് they developed, then they need further growth. ഇപ്പൊ അമേരിക്ക പോലുള്ള രാജ്യത്തൊക്കെ അവർ പറയുന്ന എക്കണോമിക് ഗ്രോത്ത് എന്നാണ് പറയുന്നത്. നമ്മള് ഡെവലപ്പിംഗ് നേഷൻസ് എല്ലാം പറയുന്നത് എക്കണോമിക് ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഗ്രോത്ത് ഈസ് ആഫ്റ്റർ റീച്ചിങ് സം സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തേ ഉള്ളൂ? ഗ്രോത്തേ ഉള്ളൂ. സോ വി നീഡ് ടു ഡെവലപ്പ്. നമ്മളിപ്പോ അവരെ നോക്കിയിരിക്കും, ഡെവലപ്ഡ് നേഷൻസ് ഉണ്ട്. ആ ഡെവലപ്ഡ് നേഷൻസിനോട് ഒപ്പം എത്താൻ വേണ്ടി വി ആർ ഡെവലപ്പിംഗ്, ബട്ട് ദേ ആർ ഗ്രോയിങ്. ഓക്കെ, അപ്പൊ മാർക്കറ്റിംഗിലൂടെ ഒരു രാജ്യം വികസിക്കുന്നു, ഗ്രോ ചെയ്യുന്നു, അല്ലെ? ബിക്കോസ് യു നോ ദ നാഷണൽ ഇൻകം ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ദ വാല്യൂ ഓഫ് മണി, വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി. മാർക്കറ്റിംഗ് ഈസ് ദ മീഡിയം ത്രൂ വിച്ച് ദി ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ പ്രോപ്പർലി എക്സ്ചേഞ്ച്ഡ്. അല്ലേ? ഇതിലൂടെയാണ് ഗുഡ്സും സർവീസും പ്രോപ്പർ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഓക്കെ മണി സർക്കുലേറ്റ് ചെയ്യുന്നതും. സോ വി ക്യാൻ സേ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ഇക്കോണമി. നെക്സ്റ്റ്, maintains economic stability by balancing production and consumption. So we need to balance production and consumption. Supply കൂടാൻ പാടില്ല, ഡിമാൻഡ് കുറയാനും പാടില്ല. ക്ലിയർ അല്ലേ? ഇത് രണ്ടും പ്രശ്നം തന്നെയാണ്. വി നീഡ് ടു ബാലൻസ് ബോത്ത്. സപ്ലൈയും ഡിമാൻഡും തമ്മിൽ മാച്ച് ആവണം, എന്നാലേ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുള്ളൂ. ഒരു അണ്ടർ യൂട്ടിലൈസേഷനോ ഓവർ യൂട്ടിലൈസേഷനോ ഇല്ലാതെ കൃത്യമായിട്ട് നമ്മുടെ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ബാലൻസിങ് ഈസ് ഡൺ ത്രൂ മാർക്കറ്റ്. അപ്പൊ ഉള്ള സ്ഥലത്ത് നിന്ന് ഇല്ലാത്ത സ്ഥലത്തേക്കും, ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ഉള്ള സ്ഥലത്തേക്കും എത്തിക്കേണ്ടതായിട്ടുണ്ട് സാധനങ്ങൾ. സോ ദാറ്റ് വി ക്യാൻ ഹാവ് എ സ്റ്റെബിലിറ്റി. നമുക്ക് എക്കണോമിക് എന്ത് വേണം? സ്റ്റെബിലിറ്റി വേണം. സോ ത്രൂ മാർക്കറ്റിംഗ് ദിസ് ബാലൻസ് ഈസ് ക്രിയേറ്റഡ് ബിറ്റ്വീൻ what is called this production and consumption. Production and consumption തമ്മിൽ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്പർ ഡി, അത് ഈ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, സെയിം സ്റ്റെബിലിറ്റി തന്നെയാണ്, പക്ഷെ വേറെ രീതിയിൽ പറയുന്നു. ഇറ്റ് റിമൂവ്സ് ദ ഇംബാലൻസസ് ഓഫ് സപ്ലൈ ബൈ ട്രാൻസ്ഫറിംഗ് ദ സർപ്ലസ് ടു ഡെഫിസിറ്റ് ഏരിയാസ്. ഇംബാലൻസസ് ഓഫ് സപ്ലൈയിൽ എന്തുണ്ട്? ഇംബാലൻസ് ഉണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുന്നു? ആ ഡെഫിസിറ്റ് ഏരിയയിൽ നിന്ന് സർപ്ലസ് ഏരിയയിൽ നിന്ന് എവിടെയോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? ഡെഫിസിറ്റ് ഏരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ നൗ യു നോ ഗവൺമെന്റ് ഈസ് ഡൂയിങ് വാക്സിനേഷൻ, അല്ലേ? വാക്സിനേഷൻ നടത്തുന്നു. വാക്സിനേഷൻ നടത്തുമ്പോൾ യു നോ ദാറ്റ് there is a portal for the same. കോവിൻ എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഉണ്ട്, അല്ലെ? അപ്പൊ അവിടെ അവർ കുറച്ചുകൂടെ ഒന്ന് മാനേജ് ചെയ്യുന്നുവെങ്കിൽ ചില സ്ഥലത്ത് സപ്ലൈ കൂടുതലാണ്, ചില സ്ഥലത്ത് ഡിമാൻഡ് കൂടുതലാണ്. അപ്പൊ സപ്ലൈ കൂടിയ സ്ഥലത്ത് അവിടെ ഡിമാൻഡ് കുറവായിരിക്കും. അപ്പൊ സപ്ലൈ കൂടിയ സ്ഥലത്ത് എന്ത് ചെയ്യണം? Transfer to the places where demand is more, so that we can meet all demands. എല്ലാവരുടെയും ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റും. Anyway, they are managing it because supply is less. ഇപ്പൊ നമുക്കറിയാം സപ്ലൈ കുറവാണ്. കോവാക്സിനും കോവിഷീൽഡും ഒക്കെ സപ്ലൈ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു പ്രത്യേക തട്ടുകളിലാക്കി ആൾക്കാരെ 80ക്ക് മുകളിലും 45ന് മുകളിലും ഇപ്പൊ 18ന് മുകളിലും ഒക്കെ ആക്കി തിരിച്ചിട്ടാണ് കൊടുക്കുന്നത്. എങ്കിലും ആ 45ന് മുകളിലുള്ളവരുടെ പോലും ദൂരം തീർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, anyway, that is a case of supply and demand. അപ്പൊ സപ്ലൈ കൂടിയ സ്ഥലത്ത് നിന്ന് സപ്ലൈ കുറഞ്ഞ സ്ഥലത്തേക്ക് സാധനം എത്തിക്കണ്ടേ? അപ്പൊ അത് ഏതിലൂടെ എത്തിക്കുന്നത്? ത്രൂ ദിസ് മാർക്കറ്റിംഗ്. സോ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ടു റിമൂവ് the imbalances in the supply. Then marketing is a connecting link between producers and consumers. അത് പറയേണ്ട ആവശ്യമില്ല. മാർക്കറ്റിംഗിലൂടെയാണ് കൺസ്യൂമറും പ്രൊഡ്യൂസറുമായിട്ട് എന്ത് ചെയ്യുന്നത്? connecting link. Marketing is a connecting link. And next one, it helps in increasing the standard of living of society. You know, we are providing goods, we are providing services. What is the purpose of these goods? What is the purpose of this service? We need to change their lifestyles. അവരുടെ ജീവിത നിലവാരത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ചെയ്യുന്നത്. Okay, so through marketing we are providing utilities, products, services, etc. So by using it, by applying it, by learning it, you are developing, you are changing the standard of living. So that is so through that we are creating employment opportunities, products, quality products at low prices, etc. Last one, it helps to increase national income. As the economic development പറഞ്ഞതുപോലെ തന്നെയാണ് നാഷണൽ ഇൻകം ഇംപ്രൂവ് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു.
by increasing the savings of the society. അവരുടെ സേവിങ്സ് ഇൻക്രീസ്. അപ്പൊ ഇവിടെ പറയുന്ന സേവിങ്സ് എന്നുള്ള കൺസെപ്റ്റാണ് പറയുന്നത്, increasing the savings. So you know that institutions are there, banks, insurance companies, mutual fund organizations, share market, everything is there. So what they are doing, they are mopping your savings and they are converting the same into investment, and that is what is called capital formation. അതിനെയാണ് മൂലധന സ്വരൂപണം എന്ന് പറയുന്നത്. So through marketing they are increasing this national income. അല്ലേ? അത് വേറെ തലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. So we are taking the case of these institutions like LIC, then banks, or service rendering organizations. What they are doing is that they are collecting whatever the excess savings you have. നിങ്ങൾക്കുള്ള excess savings എല്ലാം എടുത്തിട്ട് അവർ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിൽ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വരുന്നു, പ്രൊഡക്ഷൻ കൂടുന്നു, നാഷണൽ ഇൻകം കൂടുന്നു. So these are the importance to society. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ട്, പേജ് നമ്പർ 1.2 ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ ഇനി നിങ്ങൾക്ക് കോളേജിൽ വന്ന ടെക്സ്റ്റ് വാങ്ങാം. അപ്പൊ അതൊന്ന് വാങ്ങിയിട്ട് വായിക്കാം, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ഐ തിങ്ക് ഐ ആം വെരി ക്ലിയർ. ഓക്കെ, ഞാനത് ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ, സാഞ്ചന അന്ന് മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത്. സാഞ്ചന, ഞാനൊരു റാൻഡം ആയിട്ട് വിളിക്കും. അപ്പൊ സാഞ്ചന, ഇതൊക്കെ കേട്ടായിരുന്നോ? കേട്ടോ? കേട്ടോ സർ. ഇത് വായിച്ചാൽ ഇനി മനസ്സിലാവോ? ടെക്സ്റ്റ് എടുത്ത് മനസ്സിലാവും. അതെ. സോ ഇമ്പോർട്ടൻസ് ടു ഇൻഡിവിജ്വൽ ഫേംസ് രണ്ടാമതാണ്. സെക്കൻഡ് ആണ് ഇമ്പോർട്ടൻസ് ടു ഇൻഡിവിജ്വൽ ഫേംസ്. ഫേംസിന് എന്താണ് മാർക്കറ്റിംഗ് കൊണ്ടുള്ള പ്രാധാന്യം? സ്ഥാപനങ്ങൾക്ക്, ബിസിനസ് ഓർഗനൈസേഷൻസിന്, അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷന് മാർക്കറ്റിംഗ് കൊണ്ടുള്ള പ്രാധാന്യം എന്താണ്? ഒന്ന്, സെയിൽസ് വോളിയം, സെയിൽസ് റവന്യൂ ഇൻക്രീസ് ചെയ്യുന്ന, പ്രോഫിറ്റ് കൂടുന്നു. മാർക്കറ്റിംഗിലൂടെയാണ് സെയിൽസ് കൂടുന്നതും പ്രോഫിറ്റ് കൂടുന്നത്. So through marketing a firm is able to increase its volume of sales and also the volume of profit. Then second one, marketing provides valuable information to the top management for the purpose of decision making. You know, marketing is a management function. Marketing എന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ്. മാനേജ്മെന്റ് is a process of decision making. So through marketing, what marketing manager is doing is that they are providing information, valuable ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നു. ഈ പ്രോഡക്റ്റ് ഇനി ഔട്ട്ഡേറ്റ് ആണ്, you need to change. ഈ പ്രോഡക്റ്റിനെ നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുകഴിഞ്ഞാൽ അതിന് ഡിമാൻഡ് ഇല്ല, ബിക്കോസ് ന്യൂ പ്രോഡക്റ്റ് കംസ് ഇൻ, ദേ ആർ ഹാവിംഗ് മോർ ഫീച്ചേഴ്സ്, സോ ദേ വിൽ എന്താ പറയുന്ന, they will defeat us. നമ്മൾ അവരെ പരാജയപ്പെടുത്തും. So we need to improve. So such information are given by the marketing manager to the top management, so that management can take better decisions, new decisions that leads to innovation. അതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇന്നോവേഷനിലോട്ട് പോകാൻ പറ്റും. അത് വീണ്ടും അടുത്തിലോട്ട് വരുന്നു. മാർക്കറ്റിംഗ് ആൻഡ് ഇന്നോവേഷൻസ് മേക്ക് ബിസിനസ് ഡൈനാമിക്. മാർക്കറ്റിംഗിലൂടെയും ഇന്നോവേഷനിലൂടെയും മാത്രമേ ഒരു ഡൈനാമിക് ആയിട്ടുള്ള, എവർ ചേഞ്ചിങ് ആയിട്ടുള്ള, എവർ ഇംപ്രൂവിംഗ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് ആര് പറഞ്ഞതാണ്? പീറ്ററും ട്രക്കറും പറഞ്ഞിരുന്നു അല്ലെ? രണ്ട് ഫംഗ്ഷനേ ബിസിനസ്സിനുള്ളൂ, ഒന്ന് മാർക്കറ്റിംഗ്, രണ്ട് ഇന്നോവേഷൻ. വീണ്ടും നമ്മൾ ബാക്കിലോട്ട് ചിന്തിക്കുക. ആസ് പെർ ദ മോഡേൺ മാനേജ്മെന്റ് ഫിലോസഫർ ആണ് പീറ്റർ ഓഫ് ട്രക്കർ. പീറ്റർ ഓഫ് ട്രക്കർ ആണ് പറഞ്ഞത് ബിസിനസ് ഹാസ് only two functions, one is marketing, another one is innovation. So through that, business is becoming dynamic. Last one, it facilitates the development of business by creating employment opportunities. Clear? ഇതിലൂടെ ബിസിനസ് ഓർഗനൈസേഷനിൽ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. So that is employment, internal marketing. So we can hire new, qualified, creative, efficient, dynamic employees within the organization. So this is the importance of marketing. Okay, ഇനി അടുത്തത് ധന്യ അല്ല ദിവ്യ ധർമ്മൻ. ഇത് മീനിങ് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായി. ഓക്കെ, അപ്പൊ സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ ഞാനത് സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു, ഫീച്ചേഴ്സ് പഠിച്ചു, ഇമ്പോർട്ടൻസ് പഠിച്ചു. ഇപ്പൊ എത്രയായി? സമയം എത്രയായി? 9:40 സമയമുണ്ട്. ഓക്കെ, scope. The last area is scope. What is the scope of market? Scope എന്ന് വെച്ചാൽ വ്യാപ്തി അല്ലേ? അല്ലെങ്കിൽ മാർക്കറ്റിംഗിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? As a student of marketing management, what are the things you need to learn? What are the things you need to study? എന്തൊക്കെ പഠിക്കണം? ഒന്ന്, study of consumer wants and needs. You know, customer is the focal point or central point, or what is called a nucleus or heart.
അല്ലേ? ഒരു സ്ഥാപനത്തിന്റെ ഹാർട്ട്, ന്യൂക്ലിയസ്, സെൻട്രൽ പോയിന്റ്, കോർ എന്നൊക്കെ പറയുന്ന ആരാണ്? കസ്റ്റമർ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് മനസ്സിലാക്കണം? വാട്ട് ദേ വാണ്ട്, വാട്ട് ദേ നീഡ്, അവർക്ക് എന്താണ് ആവശ്യം, എന്താണ് അവരുടെ അത്യാവശ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. വാണ്ടും നീഡും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. there is a difference between want and need. വെള്ളം കുടിക്കണം, ദാഹം വരുന്നു. സോ യു നീഡ് എന്താണ്? ഐ ആം thirsty, എനിക്ക് ദാഹമുണ്ട് അല്ലേ? സോ വാട്ട് ഐ നീഡ് ഈസ് വാട്ടർ. വാട്ടർ മതി. പച്ചവെള്ളം കുടിച്ചാൽ എന്ത് ദാഹം മാറും അല്ലെ? സോ നീഡ് ഫോർ വാട്ടർ, നീഡ് ഫോർ വാട്ടർ. വാട്ടർ ആക്കണതിന് എനിക്കൊരു നാരങ്ങ കുടിച്ചൂടെ? സോ ദാറ്റ് മീൻസ് ഐ വാണ്ട് ലൈം, എനിക്ക് വേണ്ടത് ലൈം മതി. സോ നീഡും വാണ്ടും തമ്മിലുള്ള വ്യത്യാസം അവിടെ ക്ലിയർ ആവും. വെള്ളം കുടിച്ചാലും എന്റെ തേഴ്സ്റ്റ് മാറും, നാരങ്ങ വെള്ളം കുടിച്ചാലും എന്റെ തേഴ്സ്റ്റ് മാറും. വെള്ളത്തിനോടുള്ള ആവശ്യം എന്റെ നീഡാണ്, നാരങ്ങ വെള്ളത്തിനോടുള്ള ആവശ്യം എന്റെ വാണ്ടാണ്. That means you are expecting more. ഒരെണ്ണത്തെ കുറിച്ച് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുമ്പോൾ അത് വാണ്ടായി മാറും. അത്യാവശ്യമാണെങ്കിൽ അത് നീഡായി മാറും. വീടില്ല, വീട് വേണം, ഇറ്റ് ഇസ് എ നീഡ്. വസ്ത്രമില്ല, വസ്ത്രം വേണം, ഇറ്റ് ഇസ് എ നീഡ്. ബേസിക് നീഡ്സ്, നമ്മുടെ ബേസിക് നീഡ്സ് ആണ്. അത് കഴിഞ്ഞ് എന്തൊക്കെ വരുന്നു അതെല്ലാം നമ്മുടെ എന്താണ്? വാണ്ട്സ് ആണ്, ആഗ്രഹങ്ങളാണ്. ക്ലിയർ അല്ലേ? എനിക്ക് പൈസ, ഇപ്പൊ എന്റെ സേവിങ്സ് ഉണ്ട്, ടി വി മേടിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ ഒരു ടി വി ഉണ്ട്, ആ ടി വി എനിക്ക് കുറച്ചുകൂടെ ഒരു 45-50 ഇഞ്ച് ടി വി മേടിച്ച് വെക്കാം. ദാറ്റ് ഇസ് എ വാണ്ട്. ക്ലിയർ അല്ലേ? ഇപ്പൊ ഒരു കാറുണ്ട്, ഇനി വലിയൊരു ലെവലിലോട്ട് പോകാം. ദാറ്റ് ഇസ് എ വാണ്ട്. Okay, so it's a study of consumer wants and needs. So there is a difference. That is the point. Then study of buyer behavior. Buyer behavior is a complex thing. Consumers' behavior എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്. സോ യു നീഡ് ടു ലേൺ സൈക്കോളജി ഓൾസോ. കൺസ്യൂമേഴ്സിന്റെ മനഃശാസ്ത്രം നമ്മൾ മനസ്സിലാക്കണം. വാട്ട് ആർ ദെയർ മോട്ടീവ്സ്, അവരുടെ ബൈയിങ് മോട്ടീവ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. അത് മാർക്കറ്റിംഗിനകത്ത് വരുന്നതാണ്. കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ന്യൂ ടോപ്പിക് ഇൻ മാർക്കറ്റിംഗ്. അതൊരു ഡിസിപ്ലിൻ ആയിട്ട് പോലും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ MBA ഒക്കെ എടുക്കാൻ പോവുകയാണെങ്കിൽ യു നീഡ് ടു ലേൺ എ ടോപ്പിക് ഓൺ കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയർ വലിയൊരു ബുക്കായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരും. സോ മാർക്കറ്റിംഗിന്റെ സ്കോപ്പിൽ ബയർ ബിഹേവിയർ വരുന്നുണ്ട്. ഹൗ ദ ബയർ ബിഹേവിയർ, എങ്ങനെയാണ് അയാൾ ഒരു പർച്ചേസ് ഡിസിഷൻ എടുക്കുന്നത്, ഒരു സാധനം വാങ്ങാനുള്ള തീരുമാനം എടുക്കാനായിട്ട് അയാൾ എന്തൊക്കെ തലങ്ങളിലൂടെ, എന്തൊക്കെ സ്റ്റേജിലൂടെ അയാൾ കടന്ന് പോകുന്നുണ്ട്. 3 പ്രൊഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മൾ വിചാരിക്കുന്നത് പ്രൊഡക്ഷൻ മാനേജ്മെന്റിന്റെ ഭാഗമാണ്. നല്ല പ്രോഡക്റ്റ് പ്ലാൻ ചെയ്യുക, പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യേണ്ടത് മാർക്കറ്ററാണ്. കാരണം മാർക്കറ്റർക്ക് അറിയാവൂ എന്താണ് വേണ്ടത്, കൺസ്യൂമറിന് എന്താണ് വേണ്ടത്, കൺസ്യൂമർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അറിയാവുന്നത് മാർക്കറ്ററാണ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജറാണ്. അപ്പൊ അയാളാണ് എന്ത് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെ നമ്മൾ ആ പ്രോഡക്റ്റിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് വരുത്തണം. These things have to be done by the marketing manager. So marketing manager need to provide information. So there is a taste change, there is a preference change. Consumers in the preference mari, consumers in the taste mari. So we need to change our product, our service. Okay. Then pricing policies. എങ്ങനെ പ്രൈസ് ചെയ്യണം? Because you know demand is based on price. നിങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസിന്. ഇപ്പൊ എങ്ങനെ പ്രൈസ് ചെയ്യണം? അതിനകത്ത് പലതരത്തിലുള്ള പ്രൈസിംഗ് ഉണ്ട്. സ്കിംഡ് പ്രൈസിംഗും, പെനട്രേഷൻ പ്രൈസിംഗും, കോസ്റ്റ് പ്ലസ് പ്രൈസിംഗും, ഫുൾ കോസ്റ്റ് പ്രൈസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള പ്രൈസിംഗ് ഉണ്ട്. ഈ പ്രൈസിംഗ് പോളിസീസ് എല്ലാം എടുക്കേണ്ടത് ത്രൂ മാർക്കറ്റിംഗ് മാനേജർ. ബിക്കോസ് മാർക്കറ്റിംഗ് മാനേജർ നോസ് വാട്ട് പ്രൈസ് ദ കൺസ്യൂമർ എക്സ്പെക്ട്സ് ഓൺ എ പ്രോഡക്റ്റ്. അപ്പൊ കൺസ്യൂമർ ഒരു മൂല്യം കാണുന്ന മൂല്യത്തിന്റെ എക്സ്ചേഞ്ച് വാല്യൂ ആണ് പ്രൈസ് എന്ന് പറയുന്നത് അല്ലെ. പ്രൈസ് ഈസ് ദ എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് എ പ്രോഡക്റ്റ് എന്നാ പറയുന്നത്. എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് എ പ്രോഡക്റ്റ്. അപ്പൊ അതിന്റെ മൂല്യമാണ് പ്രൈസ് എന്ന് പറയുന്നത്. അത് അറിയാവുന്നത് മാർക്കറ്റർക്ക്. അപ്പൊ മാർക്കറ്റർ ക്യാൻ ഹാവ് എ ഗ്രേറ്റർ റോൾ ഇൻ പ്രൈസിംഗ്. സോ പ്രൈസിംഗ് ഈസ് ടു ബി ഡൺ ബൈ ദ പ്രൈസിംഗ് പോളിസീസ് ആർ ടു ബി ടേക്കൺ ബൈ ദ മാർക്കറ്റിംഗ്. ഡിസ്ട്രിബ്യൂഷൻ ഇനോസ് മാർക്കറ്റിംഗിന്റെ ഭാഗം തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ. ചാനലിൽ എങ്ങനെ എത്തിക്കണം, ഡയറക്റ്റ് ആയിട്ട് എത്തിക്കണോ, അതോ ഹോൾസെയിലർ വഴി എത്തിക്കണോ, അതേ ഹോൾസെയിലർ വഴി റീറ്റെയിലർ വഴി കൺസ്യൂമറിൽ എത്തിക്കണോ, അതേ ഏജന്റ് വഴി ഫോറിൻ മാർക്കറ്റിൽ എത്തിക്കണോ, അതോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ ഒരു ഫ്രാഞ്ചൈസി കീപ്പ് ചെയ്യണോ അല്ലേ. സോ we will have to decide which method of distribution is more efficient. ഏതാണ് കൂടുതൽ എഫിഷ്യന്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. Then promotion popularizing the product. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ആ ഉൽപ്പന്നത്തിന് പോപ്പുലറൈസിങ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ടാലന്റ് ഉണ്ട്. എവരിബഡി ഈസ് ഹാവിങ് ടാലന്റ്, ഹിഡൻ ടാലന്റ്സ്. ആ ഹിഡൻ ടാലന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊമോട്ട് ചെയ്യണം. പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ nobody knows. ആർക്കും അത് അറിയാൻ പറ്റത്തില്ല. സോ യു നീഡ് ടു പ്രൊമോട്ട് ഇറ്റ്. പ്രൊമോഷൻ മീൻസ് പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമാണ് മാർക്കറ്റിംഗിൽ പഠിക്കും. ഹൗ ടു പ്രൊമോട്ട് യുവർ പ്രോഡക്റ്റ്, എങ്ങനെ നമുക്ക് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാം, how to popularize the product so that consumers are ready to buy the product when it is launched in the market. Then consumer satisfaction is the basic area in marketing. Consumer satisfaction.
ഞാൻ കൊടുത്ത പ്രോഡക്റ്റിൽ, ഞാൻ കൊടുത്ത സർവീസിൽ അവർ സാറ്റിസ്ഫൈഡ് ആണ്. അവർ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എനിക്ക് ലോയൽറ്റി കിട്ടത്തുള്ളൂ. ലോയൽറ്റി മീൻസ് ബ്രാൻഡ് ലോയൽറ്റി ഓർ പ്രൊഡക്റ്റ് ലോയൽറ്റി ഓർ ഫെയർ ലോയൽറ്റി. സ്ഥാപനത്തിനോട് അവർക്ക് ഒരു ലോയൽറ്റി, മമത ഉണ്ടാകണം. ലോയൽറ്റി അല്ലേ? സോ വെൻ ഒരു പ്രോഡക്റ്റ് ഞാൻ ടീ വാങ്ങുന്നു, അപ്പൊ ഞാൻ ഇന്ന ടീയെ മേടിക്കുള്ളൂ. ദാറ്റ് മീൻസ് ഐ ഹാവ് സം ബ്രാൻഡ് ലോയൽറ്റി. എനിക്ക് ആ ബ്രാൻഡിനോട് എന്തുണ്ട്? ഒരു ലോയൽറ്റി ഉണ്ട്. ഐ പ്രിഫർ ദിസ് പ്രോഡക്റ്റ് ഓൺലി. When I go for to purchase a soap, I purchase only what is called Yardley or Lux or Pierce. എന്ന് പറയുകയാണെങ്കിൽ I have some loyalty towards the product. എനിക്ക് ആ പ്രോഡക്റ്റിനോട് കുറച്ച് എന്തുണ്ട്? ലോയൽറ്റി ഉണ്ട്. Then next one is marketing control. So marketing control means control through marketing audit and audit reports. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാർക്കറ്റ് എന്ത് ചെയ്യണം? മാർക്കറ്റിംഗ് ഓഡിറ്റ് ചെയ്യണം. നമ്മൾ എടുത്ത തീരുമാനം, മാർക്കറ്റിംഗിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. Whether we are able to attain it, we need to audit it. Correct ആയിട്ട് നമ്മൾ നേരത്തെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്ത് വെച്ചു. ആ ഡിമാൻഡ് പ്രകാരമുള്ള പ്രൊഡക്ഷൻ നടത്തി. ആ പ്രോഡക്റ്റ് എല്ലാം പോയിട്ടുണ്ടോ ഇല്ലയോ? So we are comparing. So you are checking. Controlling is a process of checking the actual with the expected. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതും ആക്ച്വൽ ആയിട്ട് ഡീവിയേഷൻ ഉണ്ടോ ഓഡിറ്റ് നടത്തി നോക്കുക. അതിലൂടെ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക. So this is the scope of marketing. Okay, this is the scope of marketing. Safwa mic on ചെയ്യാൻ പറ്റുമോ? ഓൺ ചെയ്തേ. സഫ്വ ഈ പറഞ്ഞതൊക്കെ കേൾക്കുന്ന നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യമേ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു. സാർ പറയുന്നത് എനിക്ക് കേൾക്കായിരുന്നു, ഞാൻ പറയുന്നത് സാറിന് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. എവിടെ അല്ലല്ലേ? ഇവിടെ അല്ല പള്ളിക്കലാണ് സാർ. പള്ളിക്കൽ ഇവിടെ അടുത്തല്ലേ? ഞാൻ എന്റെ തൊട്ടടുത്തല്ലേ ഇരിക്കുന്നത്. ശരി. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും ഈ പറഞ്ഞ 8 പോയിന്റ്സ് ക്ലിയർ ആയിട്ടുണ്ടോ? ഹലോ സാർ, ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിത് ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ ഞാനത് റിപ്പീറ്റ് ചെയ്യാം. ഏതെങ്കിലും ഏരിയയിൽ റെപ്പറ്റീഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് റിപ്പീറ്റ് ചെയ്യാം. യെസ്, റിപ്പീറ്റ് ചെയ്യണ്ട എങ്കിൽ ഞാൻ ഇത് റെക്കോർഡ് ഒന്ന് ഓഫ് ചെയ്യാം. നിങ്ങൾ പോകരുത്, റെക്കോർഡ് ഒന്ന് ഓഫ് ചെയ്യാം. 9:49 ആയോ? സോ ലെറ്റ് മീ സ്റ്റോപ്പ് പ്രസന്റിംഗ്. ഓക്കെ, then stop recording.